വന്ന് പ്ലാച്ചി അങ്ങനെ പ്ലാച്ചി എത്തി മക്കളെ, പ്ലാച്ചി എത്തി. ഇപ്പോഴാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമായത്. അവ എവിടെ പോയി എന്നുള്ള എൻ്റെ മനസ്സിൽ മൊത്തം വല്ലതും പിടിച്ചോണ്ട് പോയോ എന്നുള്ള ഒരു പേടിയായിരുന്നു. പക്ഷെ യാതൊരു കുഴപ്പമില്ലാതെ എത്തി. ആകെ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്വേഷിക്കാത്ത സ്ഥലമില്ല. പോയതാടാ ഇന്നലെ? ഇന്നലെ തൊട്ട് ഇനി അന്വേഷിക്കുമായിരുന്നല്ലേ? എവിടെ പോയതാ നീ? ഇത് എന്തോ പറ്റി നിന്റെ മുഖത്തൊക്കെ? ഇത് എവിടുന്ന് ഓടി വന്നേക്കുന്നത്? ഇതെന്തോ പറ്റിയതാ? തല നിറച്ച് മാറാലേക്ക് അടിച്ചിട്ടേക്കുന്നത്. കഴിച്ചോ നീ എന്തേലും? എവിടെ പോയത്? ഇന്നലെ തൊട്ട് അന്വേഷിക്കുവാന്നല്ലോടാ. ശരിക്കും ഞാൻ നല്ല പേടിച്ചായിരുന്നു. ഇവ എവിടെ പോയെന്നുള്ള ഒരു പിടുത്തം ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പെട്ടുപോയതാ. താമസമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കളീരിലോ വീടുകളിലോ. അതാണ് ഈ മാറാലയൊക്കെ പിടിച്ചിട്ട് വന്നത്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പ്. ആദ്യമായിട്ടാണ് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരന് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കൊടുത്തു. ഞാനിതൊക്കെ കൊണ്ടാണ് പെറ്റുകളെ വീട്ടിൽ വളർത്താത്തതിൻ്റെ മെയിൻ കാരണം നമ്മളൊരു പരിധി കൂടുതൽ പിന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ. എവിടെ വിടുന്നു അവനെ? അവൻ്റെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അവനാണെങ്കിൽ അവൻ്റെ കാര്യം നോക്കിക്കൊണ്ടു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുകയും ചെയ്തു. അപ്പോഴും തന്നെ അവനെ കാണാനും ഇല്ലാതായപ്പോഴത്തേക്ക് ആകെ ഒരുമാതിരിയായി. എന്തായാലും കണ്ടു കിട്ടിയത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. പിന്നെ ഞാൻ ഇനി അവനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം അവൻ്റെ വഴിക്ക് നടക്കട്ടെ, അതല്ലേ നല്ലത്. നമുക്ക് നല്ലത്, അവനും അതാ നല്ലത്.